السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين. صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, ബാവസ്ഥാദ് 5 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞതാണ്. ഇപ്പം 5 മണി ഇപ്പോൾ കഴിഞ്ഞു. രണ്ടാമത് വിളിച്ചിട്ട് 5:30 നിർബന്ധമായിട്ട് എത്താൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ വന്ന് ബർക്കത്തിന് വേണ്ടി ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു പരിപാടി, ഒരു കൊല്ലം നീണ്ടു നിന്ന പരിപാടിയുടെ സമാപനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് എഴുന്നേറ്റ് നിന്ന് സലാം പറഞ്ഞ് പോവാന്നുള്ള നിലക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നതാണ്. ഇന്നോളി ഖുർആൻ ഹുദൻ ലിൽ മുത്തഖീൻ. അല്ലാഹു തഖ്വ വേണ്ടുക വെച്ച, തഖ്വക്ക് അല്ലാഹു തിരഞ്ഞെടുത്ത, തഖ്വയുടെ വഴി അംഗീകരിക്കുന്ന ആളുകൾക്ക് നേരിൻ്റെ വഴി കാണിക്കുന്ന, നേരിലേക്ക് നയിക്കുന്നതാണ് ഖുർആനു ശരീഫ്. ഞാനൊന്നും പറയുന്നില്ല. ഖുർആനിനെ സംബന്ധിച്ച് അതിൻ്റെ അവതരണ കാലത്ത് തന്നെ വലിയൊരു വിഭാഗം അതിന് എതിർപ്പുകാരാണ്. കഠിനമായ വിമർശനവും ശക്തമായ നിഷേധവും ഖുർആന്റെ അവതരണ കാലത്ത് തന്നെ നടന്നതാണ്. ഇന്നമാ യുഅല്ലിമുഹു ബശർ, നമ്മളെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യൻ പൂർവികരുടെ ഐതിഹ്യങ്ങളിൽ നിന്നും കഥഭാഗങ്ങൾ കുറിച്ചെടുത്ത് അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതോ അജ്മികളായ ആളുകളുടെ സഹായത്തോടു കൂടി മനുഷ്യനിർമ്മിതമാണ് എന്ന് തുടങ്ങി നൂറുകണക്കിന് ആക്ഷേപങ്ങളും ആരോപണങ്ങളും അക്കാലത്തെ ഖുർആനെതിരിൽ വന്നതാണ്. അത് അന്ന് മുതൽ ഇന്ന് വരെ തുടരുന്നുമുണ്ട്. അത് ഖുർആന്റെ ഒരു ബഹുമതിയാണ്. എന്താ ബഹുമതി എന്ന് പറയാൻ കാരണം? ലാ റൈബ ഫീഹി എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഖുർആനിൽ സംശയിക്കാൻ ഒരു വഴിയുമില്ല. ഖുർആനിൽ സംശയിക്കാൻ ഒരു വഴിയുമില്ല. പക്ഷേ അവതരണ കാലം തൊട്ട് ഇന്നോളം സംശയം ഏതായാലും ഉണ്ട്. സംശയത്തിന്റെ പുറമെ കഠിനമായ നിഷേധം എന്നുമുണ്ട്. പക്ഷേ വസ്തുതാപരമായി, വസ്തുനിഷ്ഠമായി ഖുർആനിനെ ആര് സമീപിക്കുന്നോ, അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും നിഷ്പക്ഷമായി സത്യസന്ധമായി ഖുർആനിനെ ആര് സമീപിച്ചാലും ആ ഖുർആൻ ഹുദൻ ലിൽ മുത്തഖീൻ ആണ് എന്ന കാര്യത്തിൽ സംശയിക്കാൻ ഒരു വഴിയുമില്ല, സംശയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ നമ്മൾ ബേജാറാണ്ട. ഖുർആൻ നിഷേധിക്കുന്നവരെയും ഖുർആൻ പിശാചിന്റെ ദുർബോധനമാണെന്ന് പറയുന്നവരെയും തുടങ്ങി മുസ്ലിം ഉമ്മത്തിൽ തന്നെ, ഈ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട മുസ്ലിമായ പുരുഷനും സ്ത്രീക്കും ജനിച്ച ഇസ്ലാമിന്റെ പേരുള്ള ആളുകൾ തന്നെ ഖുർആനെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് എന്ന് അപരാധം ആരോപിച്ചപ്പോൾ അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞതുപോലെ അവർക്കത് കുറ്റാണെങ്കിലും മുസ്ലിം ഉമ്മത്തിന്, ഖുർആന്റെ നിലനിൽപ്പിന് എന്നും അത് ഊർജം പകരും. കാരണം ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാലി. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, ഈ ലോകത്ത് ദുനിയാവിലും നാളെ ആഖിറത്തിലും മനുഷ്യ സമൂഹത്തിന് വേണ്ടതേതാണ് വേണ്ടാത്തതേതാണ് എന്ന വിഷയം പഠിപ്പിക്കാൻ വേണ്ട സകലമാന കാര്യങ്ങളും ഖുർആനിൽ സംക്ഷിപ്തമായി സ്വരൂപിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പെടാത്ത ഒന്നുമില്ല. ഖൈറിന്റെ എല്ലാ ഭാഗങ്ങളും അത് പരാമർശിച്ചപ്പോൾ ഷെറിന്റെ എല്ലാ ഭാഗങ്ങളെയും അത് തിരസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ
ചോദ്യങ്ങൾ. മാവിൽ മാങ്ങ ധാരാളമുണ്ട്. കല്ലെറിയുമ്പോഴോ കാറ്റടിക്കുമ്പോഴോ മാങ്ങ വീഴുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനിലെല്ലാം ഉണ്ട്, പക്ഷേ അതിൽ മറിഞ്ഞു കിടക്കുന്ന നിക്ഷേപങ്ങളാണ്, നിധികളാണ്, പഴുത്തു നിൽക്കുന്ന മാമ്പഴങ്ങളാണ്. ഈ മാമ്പഴങ്ങൾ താഴെ വീണ് കിട്ടണമെങ്കിൽ കാറ്റ് വേണം, കല്ലേറ് വേണം. ഇങ്ങനെ ഖുർആനിനെ പറ്റിയിട്ട് ആക്ഷേപങ്ങളും വിമർശനങ്ങളും ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ബഹുമാനപ്പെട്ട ഉലമാ അതിൻ്റെ രഹസ്യങ്ങൾ പുറത്തെടുക്കുകയും അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് അതിൻ്റെ വസ്തുത ജനങ്ങൾക്ക് മനസ്സിലാക്കുക. ഇങ്ങനെ ചോദ്യം ചെയ്യാൻ ആളില്ലെങ്കിൽ ഉസ്താദ്മാരെന്താക്കും? നേരെ ഇങ്ങനെ അർത്ഥം വെച്ച് ഇങ്ങനെ പോകും, വേറൊന്നും പറയാനില്ല. അതിന് വിമർശനം വന്നു, എതിർപ്പ് വന്നു, ആക്ഷേപം വന്നു. അപ്പോൾ വിവരമുള്ള മുഹഖിഖീങ്ങളായ ഉലമാക്കള് അതിൻ്റെ വസ്തുതാപരമായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയണമെങ്കിലും ഈ വിമർശനം വേണം. അപ്പോൾ വിമർശനത്തിന് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല. അതിനെ ക്രിയാത്മകമായി കണ്ട്. ഇനി അതൊന്നുമല്ല, ഷാഫി ഉസ്താദിൻ്റെ ക്ലാസ്സിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഉസ്താദ് നല്ല ക്ലാസ്സാണ്, അതിങ്ങനെ കേട്ട് ആൻമന്നാ സല്ലംന എന്ന് പറഞ്ഞ് പോകാനും പാടില്ല. കാരണം എന്താ? ഉസ്താദ് ഒരു മനുഷ്യനാണല്ലോ, നല്ല വിവരമുള്ള ആളാണ്, പറഞ്ഞിട്ട് തരില്ല, നേരെ അങ്ങനെ പോകും. അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ചൊക്കെ തഫ്സീറിലും മറ്റുമൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളിലേക്കൊക്കെ കുറേശ്ശെ കിടക്കും. നമ്മൾ ചോദ്യം ചോദിക്കണം. എന്തിന്? സത്യം പുറത്തു വരാനും നമുക്ക് സത്യം മനസ്സിലാകാനും. നമ്മളോട് പുറമുള്ളവർ ചോദിച്ചാൽ നമ്മൾക്കതിന് പ്രതികരിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടണമെങ്കിൽ ഉസ്താദിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നമ്മൾ ചോദിക്കണം. അപ്പം ഈ ചോദിക്കുക എന്നതും വിമർശിക്കുക എന്നതും ആക്ഷേപിക്കുക എന്നതും ഉലമാഇന്റെ ലോകത്ത് അപരാധമല്ല. കാരണം എന്താ? അത് ഇതിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന നിധി നിക്ഷേപങ്ങളെ പുറത്തെടുക്കാനുള്ളൊരു കാരണം. നമ്മൾ ചോദിക്കേണ്ടത് അങ്ങനെയാണ്, നിഷേധത്തിന് നിൽക്കോ സംശയത്തിന് നിലക്കോ അല്ല. ഇതിൽ മറിഞ്ഞു കിടക്കുന്ന മുത്തുമണികൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതെന്താ ഉസ്താദ് അങ്ങനെ പറഞ്ഞ അവിടെ ആയത്തെന്താ അങ്ങനെ വരാൻ കാരണം എന്ന് പറയുമ്പോഴാണ് ഒരു ഹർഫ്, ഒരു വാവ് നമുക്ക് മനസ്സിലായി. എന്തിനാ അപ്പം അവിടെ ആ വാവിൻ്റെ ആവശ്യം? നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു നോക്കി. അപ്പം അതിൻ്റെ പിന്നിലുള്ള രഹസ്യം അങ്ങനെ നമ്മൾ തന്നെ സംശയങ്ങൾ ചോദിച്ചതിൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ പുറത്തെടുത്തും ശത്രുക്കൾ നാനാഭാഗത്തു നിന്നും വിവിധ രീതിയിൽ വരുന്ന ആക്ഷേപങ്ങളെ സന്തോഷപൂർവം കണ്ട് അതിന് ബുദ്ധിപരമായി ശാന്തമായി മറുപടി പറയാൻ ഉസ്താദന്മാരിൽ നിന്ന് നമ്മൾ അറിവ് നേടിയിരിക്കണം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് നീട്ടുന്നില്ല. വലിയ ഉസ്താദന്മാർ ഇവിടെ ഉണ്ട്, അവരൊക്കെ പറയും. ഖുർആൻ എന്നും ഒരു അത്ഭുതങ്ങളുടെ ലോകമാണ്. ആ അത്ഭുതം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും, തീർന്നില്ല. നാളെ പരലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ പാരായണം ചെയ്തതിനു ശേഷം മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയതിനു ശേഷം ഖാലിഖാവുന്ന റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ സൂറത്തുർ റഹ്മാൻ നേരിട്ട് ഓതുകയും സ്വർഗാവകാശികളായ ആ ഫംഗ്ഷനിൽ പങ്കെടുത്ത മുഴുവൻ മുഅ്മിനുകൾക്കും കേൾക്കെ റഹ്മാനായ റബ്ബ് നേരിട്ട് സൂറത്തുർ റഹ്മാൻ കേൾക്കുന്നത് വരെ അതിലൊക്കെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിൻ്റെ നിധി കുംഭങ്ങൾ പുറത്തെടുത്ത് ദീനിൽ ഫലപ്രദമായ നിലക്ക് ഉപയോഗിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഞാൻ എനിക്ക് തിരക്കുകളുണ്ട്, എന്നിട്ട് നിന്നാണ് എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ബാവസ്ഥാൻ്റെ അവിടെ ഒരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ പോവുക, നിങ്ങളൊക്കെ ദ്വാരക്കണം. അല്ലാഹു തആല ഖുർആനിനോട് അടുക്കാനും ഖുർആനിനെ പഠിക്കാനും ഖുർആൻ ഉൾക്കൊള്ളാനും ഖുർആന്റെ അഹ്ലുകാരായി ജീവിച്ച് മരിച്ച് ആ ഖുർആന്റെ ശഫാഅത്ത് കൊണ്ട് വിജയികളായി നാളെ റബ്ബിന്റെ നേരിട്ടുള്ള ഖിറാഅത്ത് സൂറത്തുർ റഹ്മാൻ കേൾക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു തമ്പുരാൻ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.